Hi dears, welcome back to my channel. അപ്പോൾ ഇന്നത്തേത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു 4 മണി പലഹാരമാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു പലഹാരമാണ് കേട്ടോ. നമ്മുടെ വീട്ടിലൊക്കെ തന്നെയുള്ള കുറഞ്ഞ ചേരുവകൾ മാത്രമായി തയ്യാറാക്കി എടുക്കാനായിട്ട് നിങ്ങൾ എന്തായാലും ഒരു തവണ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതിനു മുമ്പായിട്ട് എൻ്റെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ ഇനി നമുക്ക് റെസിപ്പി കണ്ടു നോക്കാം. അപ്പോൾ ഇത് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1 കപ്പ് അളവിൽ റവയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു പലഹാരത്തിലെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് റവയാണ്. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് റവ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സ്നാക്സ് കൂടുതൽ വേണമെങ്കിൽ ഇതിൽ കൂടുതൽ റവ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു റവ വറുത്തതോ വറുക്കാത്തോ ഒക്കെ ചേർത്ത് കൊടുക്കാം. ഇനി ഈ ഒരു കപ്പ് തന്നെ 1 കപ്പ് അളവിൽ തേങ്ങാപ്പാൽ കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് പകരം നിങ്ങൾക്ക് നോർമൽ വെള്ളം വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ തേങ്ങാപ്പാൽ വെച്ചിട്ട് തയ്യാറാക്കി എടുക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ തേങ്ങാപ്പാൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും തേങ്ങാപ്പാൽ വെച്ചിട്ട് തന്നെ തയ്യാറാക്കി എടുക്കണം കേട്ടോ. ഇനി നമുക്കിത് കുറച്ച് സമയം ഒന്ന് ഇതിൽ കുതിർത്ത് വെക്കണം. ഒരു അരമണിക്കൂറെങ്കിലും ഈ ഒരു റവ ഈ ഒരു തേങ്ങാപ്പാലിലൊന്ന് കുതിർക്കാനായിട്ട് വെക്കണം കേട്ടോ. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. അങ്ങനെ വെച്ചിട്ട് തയ്യാറാക്കി എടുക്കുമ്പോൾ ഈ ഒരു പലഹാരം നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാനിതിവിടെ അടച്ച് വെച്ചിട്ട് ഒരു അരമണിക്കൂറൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. ഇനി നമുക്ക് ആ ഒരു സമയം കൊണ്ട് ഇതിലേക്കുള്ള ബാക്കി കാര്യങ്ങളൊന്ന് ചെയ്തെടുക്കാം. നമ്മളിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ട് ശർക്കരപ്പാനിയാണ് ചേർത്തെടുക്കുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള ശർക്കര ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. 2 അൺ ശർക്കര എടുത്തിട്ടുണ്ട് കേട്ടോ. കൂടെ തന്നെ കുറച്ച് പൊടിച്ച ശർക്കര ഉണ്ടായിരുന്നു, അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതിയാവും. ഇനി നിങ്ങൾക്ക് കൂടുതൽ മധുരം ആവശ്യമാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി നമുക്കിതൊന്ന് ശർക്കരപ്പാനിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഗ്യാസ് സ്റ്റോപ്പിൽ ഒരു പാത്രം വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് 1 കപ്പ് അളവിൽ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഈ ഒരു ശർക്കര ചേർത്ത് കൊടുത്തിട്ടൊന്ന് ഉരുക്കിയെടുക്കണം. അപ്പോൾ നമ്മുടെ ശർക്കരയൊക്കെ ഇവിടെ ചെറുതായിട്ട് ഇങ്ങനെ ഉരുകി വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി കുറച്ച് സമയം കൂടെ ഒന്ന് തിളപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശർക്കരപ്പാനി ഇവിടെ റെഡിയാവും. അപ്പോൾ ഇപ്പോൾ ഇവിടെ നമ്മുടെ ശർക്കരപ്പാനിയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫാക്കിയിട്ട് അതൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. ഇനി ഞാനിവിടെ ഗ്യാസ് സ്റ്റോപ്പിൽ ഒരു പാന് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 2 ടീസ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നെയ്യിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഓയിലും ചേർത്ത് കൊടുക്കുക. പക്ഷേ നെയ്യിൽ ചെയ്തെടുക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇനി നമ്മളിതിലേക്ക് നെയ്യ് ചൂടായ ശേഷം ചേർത്ത് കൊടുക്കുന്നത് തേങ്ങാക്കൊത്താണ്. അപ്പോൾ ഞാനിവിടെ കുറച്ച് തേങ്ങ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ കലത്തപ്പത്തിലേക്കൊക്കെ ചേർത്ത് കൊടുക്കില്ലേ, അതുപോലെ ചേർത്ത് കൊടുക്കാനാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് ഈ ഒരു നെയ്യിലൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു തേങ്ങാക്കൊത്ത് കുറച്ച് സമയം നെയ്യിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ ഒരു നെയ്യിൽ നിന്നൊന്ന് കോരി മാറ്റി വെക്കാം. അപ്പോൾ ഞാനിവിടെ മുഴുവനായിട്ടും കോരി മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പഴം ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. അപ്പോൾ ഞാനിവിടെ ചെറുപഴമാണ് എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് ഈ ഒരു നെയ്യിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ചെറുപഴം ആയത് കാരണം തന്നെ ഒരു അരമിനിറ്റ് ഒന്ന് ചൂടാക്കിയെടുത്താൽ മാത്രം മതിയാവും. ഒരുപാട് സമയത്ത് ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് പകരം നേന്ത്രപ്പഴം വെച്ചിട്ടും ഇതുപോലെ തയ്യാറാക്കിയെടുക്കുക. ഏത് പഴം വെച്ചിട്ടും ഇതുപോലെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു അല്പം നെയ്യും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനിത് ഒന്ന് ചൂടാക്കിയെടുത്ത ശേഷം നമുക്കിത് ഈ ഒരു പാനിൽ നിന്ന് മാറ്റാം. അപ്പോൾ നേന്ത്രപ്പഴമൊക്കെ വെച്ചിട്ട് തയ്യാറാക്കിയെടുക്കുകയാണെങ്കിൽ ഒന്നുകൂടെ നല്ല എളുപ്പമായിരിക്കും കേട്ടോ നമുക്ക് വാട്ടിയെടുക്കാനൊക്കെ. അപ്പോൾ ഞാനിവിടെ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ആ ഒരു പാനിൽ തന്നെ വെച്ചുകൊണ്ടിരുന്നാൽ ചെറുപഴമായ കാരണം പെട്ടെന്ന് അലിഞ്ഞു പോകും കേട്ടോ. ഇനി നമുക്ക് നമ്മൾ കുതിരാനായിട്ട് വെച്ചിട്ടുള്ള ആ റവയൊന്ന് തുറന്ന് നോക്കാം. ഇത് കണ്ടപ്പോൾ നന്നായിട്ട് തന്നെ കുതിർന്ന് വന്നിട്ടുണ്ട്. ആ ഒരു തേങ്ങാപ്പാലൊക്കെ നന്നായിട്ട് റവയിൽ പിടിച്ചിട്ട് ഇതുപോലെ ടൈറ്റ് ആയിട്ടുള്ളൊരു മാവായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഒന്ന് അരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. അതിൽ അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ അരിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതിൽ ഒരുപാട് അഴുക്കൊന്നുമില്ല. ചില ശർക്കരയിൽ ഒരുപാട് അഴുക്കുണ്ടാവും കേട്ടോ. അപ്പോൾ എന്തായാലും അരിച്ചെടുത്തിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം.
ഇനി ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്, മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമ്മൾ നെയ്യിൽ മൂപ്പിച്ച് വെച്ചിട്ടുള്ള തേങ്ങാക്കൊത്തും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് മുഴുവനായിട്ടും ചേർത്ത് കൊടുത്തിട്ടില്ല, ഒരിച്ചിരി ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ളതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു ഏലക്കപ്പൊടിയും തേങ്ങാക്കൊത്തും ഉപ്പൊക്കെ നന്നായിട്ട് തന്നെ ഇളക്കി കൊടുത്ത് ഇതിൽ യോജിപ്പിച്ച് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ നെയ്യിൽ വാട്ടി വെച്ചിട്ടുള്ള ആ ഒരു പഴമാണ് കേട്ടോ. അപ്പോൾ പഴം കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും കൂടെ നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ മാവ് ഇതുപോലെയാണുള്ളത്. നമുക്കൊരു 15 മിനിറ്റ് ഒന്ന് അടച്ച് വെക്കാം. അപ്പോൾ നമുക്ക് കറക്റ്റ് പരുവത്തിലുള്ള മാവായിട്ട് കിട്ടും. ഇപ്പോൾ ഇത് കുറച്ച് ലൂസാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ സമയം ഇതിങ്ങനെ മാറ്റി വെക്കാനായിട്ടില്ലെങ്കിൽ നിങ്ങൾ ശർക്കരപ്പാനി തയ്യാറാക്കിയെടുക്കുമ്പോൾ ഒരു 2-3 ടേബിൾ സ്പൂൺ വെള്ളത്തിൽ തയ്യാറാക്കിയെടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് മാവ് തയ്യാറാക്കിയ ഉടനെ തന്നെ അത് ചുട്ടെടുക്കാനും പറ്റും. അപ്പോൾ ഇതിവിടെ കറക്റ്റ് പരുവത്തിൽ വന്നിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഈ ഒരു മാവ് തയ്യാറാക്കിയെടുക്കുന്ന സമയത്ത് ശർക്കരപ്പാനി കൂടിപ്പോയിട്ട് ഒരല്പം ലൂസായിട്ടൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ റവ ചേർത്ത് കൊടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ നമുക്ക് കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ കിട്ടും. അങ്ങനെ ലൂസായി പോയിട്ടുണ്ടെങ്കിൽ മാത്രം റവ ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്കിതിവിടെ ചുട്ടെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഉണ്ണിയപ്പച്ചട്ടിയാണ് ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ച് കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് ഓയിൽ ഒഴിച്ചിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഉണ്ണിയപ്പം ചൂടുന്ന പോലെ നിറയെ ഓയിലൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. അത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും റവയായത് കാരണം. അപ്പോൾ ഇതുപോലെ കുറച്ച് ഓയിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഞാൻ എല്ലാത്തിലേക്കും ഈ ഒരു മാവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിവിടെ ഒരു വശം ഒന്ന് കുക്കായി വരുന്ന സമയത്ത് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. നമ്മൾ ഉണ്ണിയപ്പത്തിൻ്റെ പോലെ ഒരുപാട് നിറം മാറാനൊന്നും വെയിറ്റ് ചെയ്യേണ്ട. ഇതുപോലെ ചെറുതായിട്ടൊരു ബ്രൗൺ നിറം ആകുമ്പോൾ തന്നെ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് അതിന് മുകളിലായിട്ട് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരുന്ന തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുത്തിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാനിവിടെ ഇത് മുഴുവനായിട്ടും തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇതിൻ്റെ 2 സൈഡും നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ ഇത് വേവിച്ചെടുക്കാൻ. എന്നാലാണ് നമുക്കിത് കരിയാതെ വെന്ത് കിട്ടുള്ളൂ. ബാക്കിയുള്ളത് നമുക്കിതുപോലെ തന്നെ ചുട്ടെടുക്കാം. അപ്പോൾ എല്ലാവരും ഒരു തവണയെങ്കിലും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമുക്ക് വൈകുന്നേരങ്ങളിലൊക്കെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റിയാണ്. നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമാവും. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഇത് ഒരുപോലെ ഇഷ്ടമാവും കേട്ടോ. കട്ടൻ ചായയുടെ കൂടെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻ്റായിട്ട് അറിയിക്കണം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്